Unleash your creativity with expert guidance. From stunning mural painting to mastering the art of sketching, learn the timeless art of Arya work. Join now at Vishu's Institute of Creative Designs. Contact us on 9446442055. കൊണ്ടയൂർ ഉന്നതി വായനശാലയുടെ 6ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. MLA UR പ്രദീപ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനശാലയെ ഹരിത വായനശാലയായി MLA പ്രഖ്യാപിച്ചു. 6 വർഷമായി കൊണ്ടയൂർ ഗ്രാമത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തും കലാകായിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നാടിന്റെ തുടിപ്പായി മാറിയ കൊണ്ടയൂർ ഉന്നതി വായനശാലയുടെ 6ാം വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത്. ചേലക്കര MLA UR പ്രദീപ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാധാരണ സിഗരറ്റ് അല്ലാതെ ആ കുട്ടിയെ അതിലേക്ക് നയിച്ചത് മറ്റൊരു വഴി കൂടിയായിരുന്നു. സാധാരണ ഒരു മിഠായി കൊടുത്ത് ആ മിഠായി അതിൽ വശീകരിച്ചപ്പോൾ ആ മിഠായി വീണ്ടും കഴിക്കണം തോന്നിയപ്പോൾ മിഠായി കിട്ടാനില്ല, ഇതൊന്ന് നോക്കി നോക്കുക എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതിൻ്റെ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ സിഗരറ്റ് അല്ല, അത് വില കൊടുത്ത് വാങ്ങിക്കണമെങ്കിൽ 500 രൂപ വരും. അതിന് മുകളിൽ ഓയിൽ പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി വലിയ വാശിയും അതുപോലെ തന്നെ ആരെയും എതിർത്ത് സംസാരിക്കുക എന്ന ധൈര്യം, ഇത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും എന്ന അർത്ഥത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ. അത് അവരുടെ കുട്ടിയല്ലേ, അങ്ങനെ അവർ നോക്കിക്കോട്ടെ എന്ന രീതിയിൽ നമുക്ക് കണ്ടുപോകാൻ കഴിയില്ല. ഞാൻ പ്രശസ്തമായ ഒരു ഡോക്ടർ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിനായി കൂട്ടിമുട്ടിച്ച് ഒന്ന് സംസാരിച്ചപ്പോൾ ഏതെങ്കിലും വഴിയിൽ കുട്ടിയെ ഇങ്ങോട്ട് എത്തിച്ചാൽ ഞങ്ങളതിന് പരിഹാരം കണ്ടുകൊള്ളാം എന്ന അർത്ഥത്തിൽ അദ്ദേഹം പിന്നീട് അത് കാണുകയും അതിന് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, കൊണ്ടയൂരല്ലേ, അതൊന്നും ഉണ്ടാവില്ല എന്ന അർത്ഥത്തിൽ ദൈവചിതാരും കണ്ടുപോകരുത്. ഭീകരമായ ചില നമ്മൾ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നാട് പോകുന്നു. ആരുടെയും പഴിചാരി അത് അവരുടെ തെറ്റല്ലേ എന്നെല്ലാം പറഞ്ഞ് മാറിപ്പോവാൻ നമുക്കാർക്കും കഴിയില്ല. ഇന്ന് അവരുടെ വീടാണെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും സംഭവിക്കുമെന്നത് നല്ല ബോധത്തോടു കൂടി പ്രിയപ്പെട്ടവർ ഇത് ഗൗരവത്തോടെ എടുക്കണം. വായനശാലയ്ക്ക് സ്വന്തമായി സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ MLA ഫണ്ടിൽ നിന്നും വകയിരുത്തി കെട്ടിടം നിർമ്മിക്കുവാനുള്ള സാമ്പത്തിക സഹായം നൽകാമെന്ന് UR പ്രദീപ് പറഞ്ഞു. നാടക ചലച്ചിത്ര സംവിധായകനും നടനും ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ MG ശശി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കലാരംഗത്ത് മികവ് തെളിയിച്ച നാടിന്റെ അഭിമാന താരങ്ങളായ സീരിയൽ ആർട്ടിസ്റ്റ് KP വിനീത്, ഗായകനും സംഗീത സംവിധായകനും പ്രശസ്ത സിത്താറിസ്റ്റുമായ AM റാസി, തിയേറ്റർ സീരിയൽ ആർട്ടിസ്റ്റുമാരായ ശ്രീകാന്ത് ശശി, ശിവപ്രസാദ്, സിനി സീരിയൽ ആർട്ടിസ്റ്റ് രഞ്ജിത മുകുന്ദൻ, NMMS സ്കോളർഷിപ്പ് നേടിയ അനാമിക എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. വായനശാല പ്രസിഡന്റ് US സന്തോഷിന്റെ അധ്യക്ഷതയിൽ കൊണ്ടയൂർ സെന്ററിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടി പ്രശസ്ത ഗസൽ ഗായികയും സംഗീത സംവിധായകയും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ നിസ അസീസി, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം MP സുബിമോൾ, വായനശാല സെക്രട്ടറി K ജഗദീഷ്, നാടക സാമൂഹ്യ പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര, വായനശാല പഞ്ചായത്ത് തല സമിതി കൺവീനർ K ശശിധരൻ, വായനശാല വൈസ് പ്രസിഡന്റ് KK ശശികല, സംഘാടക സമിതി കൺവീനർ K വിജയകുമാരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വായനശാല നിർവാഹക സമിതി അംഗം NC അനുശ്രീ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശേഷം സീനിയർ ജൂനിയർ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. VCV ന്യൂസ്, ദേശമംഗലം.